ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന രണ്ട് മലയാളി പ്രതിഭകളാണ് മുഹമ്മദ് അജിസലും എബിൻ ദാസും. നമുക്കറിയാം, അജിസൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ഈ സീസണിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കളിച്ച എല്ലായിടത്തും പുറത്തെടുക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് കൃത്യമായി അവസരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ കൂടുതൽ ഗോളുകൾ നേടാൻ അജിസലിന് കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. എബിൻ ദാസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇത്തവണത്തെ ISL സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ താരം എബിൻ ദാസ് ആണ്. 4 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് താരങ്ങളുടെയും കാര്യത്തിൽ ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് രണ്ട് പേരുടെയും ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് അടുത്ത മാസം അവസാനിക്കുകയാണ്. മെയ് 31-ാം തീയതിയോടുകൂടി അജിസലിന്റെയും അതുപോലെ തന്നെ എബിൻ ദാസിന്റെയും ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇല്ല. അതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന കാര്യം. രണ്ടുപേരെയും കൈവിട്ടു പോകുമോ എന്ന ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അജിസലിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. കാരണം വേണ്ടത്ര അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ കരുതുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം മനസ്സ് മാറുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അജിസൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇനിയിപ്പോൾ എബിൻ ദാസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റും ഇതുവരെ പുതുക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ആ കോൺട്രാക്ട് പുതുക്കേണ്ടതുണ്ട്. കാരണം വളരെയധികം പ്രതിഭയുള്ള ഒരു താരമാണ് എബിൻ ദാസ്. അദ്ദേഹത്തെ കൈവിടാൻ പാടില്ല. ഏതായാലും അജിസലിന്റെയും എബിൻ ദാസിന്റെയും കോൺട്രാക്ട് അധികം വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.